സാർ, ഈ ആളൂർ കഴിഞ്ഞ ദിവസം അന്തരിച്ചു. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം വളരെ പ്രമാദമായ കേരളത്തെ പിടിച്ചു കുലുക്കിയ പല കേസുകളിലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനെത്തിയ അഡ്വക്കേറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിയിൽ പ്രശസ്തനുമാണ്. അദ്ദേഹം മരിച്ചപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ ഒരുപാട് മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ആ രീതിയിൽ അതിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ മരണം പോലും ആഘോഷിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ അദ്ദേഹത്തെ ആദ്യം കേൾക്കുന്നത് ഗോവിന്ദച്ചാമിയുടെ അഡ്വക്കേറ്റായിട്ട് വരുമ്പോഴാണ്. അതെ, സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ദേഷ്യം തോന്നി. കാരണം ഗോവിന്ദച്ചാമിയുടെ വക്കാലത്തെടുത്ത് വരിക എന്ന് പറയുമ്പോൾ അതെ, തീർച്ചയായും അതിൽ എത്രത്തോളം ക്രിമിനലായിരിക്കുമെന്നൊരു തോന്നലൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം എടുത്തതുപോലെ പ്രമാദമായ പെരുമ്പാവൂർ ജിഷ കേസിലെ പ്രതിയുടെ, പിന്നെ വന്ദനദാസ് കൊലക്കേസിലെ പ്രതിയുടെ, അങ്ങനെ ഇലന്തൂർ നരബലി, പിന്നെ കൂടത്തായി കേസ്, ഇങ്ങനെ പ്രമാദമായ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന ആളും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഒരു തെറ്റ് ചെയ്ത ആളെ, അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത ഒരാളെ പെട്ടെന്ന് സമൂഹം വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തും. അതിൻ്റെ സാഹചര്യം ഒന്നും നോക്കില്ല. ഇപ്പോൾ ഗോവിന്ദച്ചാമി ക്രിമിനലാണ്. ഒരു സാധു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ക്രൂരമാണ്. അതെ, ജനം അയാളെ ക്രൂരനായിട്ട് കാണുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ആളൂർ അതിനെ കണ്ടതെങ്ങനെയാണ് എന്ന് ബിനുവിന് തോന്നുന്നു. ആളൂർ കണ്ടത് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ മധ്യവയസ്കരമായ മനുഷ്യൻ ഒറ്റയ്ക്ക് ട്രെയിനിൽ ആ ബോഗിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾക്ക് ഭയങ്കര വികാരാവേശമുണ്ടായി. ആ പെൺകുട്ടിയോട് സമീപിച്ച് അവളെ സ്പർശിക്കാൻ ശ്രമിച്ചു. അവളെ എതിർത്തു. സ്വാഭാവികമായിട്ട് ഈ ഒരു കൈ പോലും ഇല്ലാത്ത ഇയാൾ ഒരു പെൺകുട്ടിക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഒരു അപരിചിതനായ പുരുഷൻ ഒരു പ്രകോപനമില്ലാവൻ തൊട്ടാൽ ഏത് പെൺകുട്ടിയും എതിർക്കും. അത് പെൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കുന്നവർക്കേ അത് ബോധിക്കാൻ പറ്റും. പുരുഷന് പെട്ടെന്ന് വികാരാവേശമുണ്ടാകും, സ്ത്രീക്ക് അങ്ങനെയല്ല എന്നുള്ളത്. അപ്പോൾ ആളൂർ കണ്ടത്, ആളൂർ വാദിച്ചത് പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അയക്കുണ്ടായ വികാരാവേശം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അവളെ കടന്നു പിടിച്ചു, രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ചാടി. ഇങ്ങനെയൊക്കെ സുപ്രീം കോടതിയിൽ വരെ ആർഗ്യൂ ചെയ്തിട്ടായിരിക്കണം അത് ജീവപര്യത്തിലേക്ക് മാറ്റിയത്. ആളൂർ ചിന്തിച്ചതിലൊരു സത്യമില്ലേ? ഇങ്ങനെ വിവാഹം കഴിക്കാത്ത മനുഷ്യർ, ആളൊരു വിവാഹിതനായിരുന്നില്ല കേട്ടോ, അവർക്ക് ഈ വികാരമടക്കുന്നതിന് വേണ്ടി എന്താണൊരു മാർഗം? ഇപ്പോൾ ബോംബെയിലും കൽക്കട്ടയിലുമൊക്കെ തെരുവുകളുണ്ട്, ചുവന്ന തെരുവുകളുണ്ട്. അവിടെ പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. കേരളത്തെ സംബന്ധിച്ചോളം അതുണ്ടാവണമെന്നിവിടെ പ്രമുഖരൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിജീവികളോ സാമൂഹ്യ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട്. കേരളത്തിൽ അതില്ല. കേരളത്തിൻ്റെ സംസ്കാരം നശിച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഗോവിന്ദച്ചാമി എന്ന് മാറ്റി നിർത്തുക, ഈ സ്ത്രീകളെ കടന്നു പിടിക്കുന്നവരൊക്കെ അവർ മാനസിക വൈകല്യമുള്ളവരാണ്. നമുക്കുമൊക്കെ ഇതുണ്ടായാൽ നമ്മൾ കൺട്രോൾ ചെയ്യും. സമൂഹത്തെ പേടിച്ചിട്ട്, നമ്മുടെ അന്തസ്സിനെ പേടിച്ച്, അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്തിട്ട് നമ്മളത് അടക്കും. ഇതടക്കാൻ കഴിയാത്തവർ അതിലേക്ക് എത്തിപ്പെടും. കൂടത്തായി കേസ്, ജോളിക്ക് ഒരു പുരുഷനോട് മോഹം തോന്നി, അയാളെ വേണമെന്ന് തോന്നി, അതിനുവേണ്ടി ഒരുപാട് പേരെ കൊല്ലുകയാണ്. അതെ, ചിലപ്പോൾ ആളൂർ അതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്നത് അവരല്ലാതെ ചെയ്തിരിക്കുന്ന രീതിയിൽ വരുത്തിയേക്കാം. ഒരു അഡ്വക്കേറ്റ് സന്നദ്ധെടുക്കുമ്പോൾ ഞാൻ സത്യസന്ധമായ കേസുകൾക്ക് വേണ്ടി മാത്രമേ വാദിക്കൂ എന്ന് പറയാൻ കഴിയൂ? ഒരിക്കലും കഴിയില്ല. അദ്ദേഹത്തിന്റെ ജോലിയാണ്. ആ പ്രൊഫഷനിലേക്ക് ഒരാൾ വരിക, വാദമൊന്നും വേണ്ടല്ലോ, ശിക്ഷ വിധിച്ചാൽ മതി. അത് മാത്രമല്ല, ചില പ്രതികൾ സത്യം പറയും, പ്രതിഭാവം വക്കീലിനോട് സത്യങ്ങൾ പറയും, ചിലർ ശുദ്ധ കള്ളം പറയും. ഞാൻ കൊന്നിട്ടില്ല സാർ, അയാൾ പറയുന്ന ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വക്കീൽ കേസെടുക്കുന്നത്. ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ സത്യം പറഞ്ഞാലും വക്കീൽ കള്ളം ഉണ്ടായിക്കോളും. കള്ളത്തരത്തിലൂടെ പോകാൻ വക്കീലന്മാർക്കൊരു പ്രത്യേകം എടുക്കും. ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന, അതുകൊണ്ടാണല്ലോ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ജനങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ആളൂർ ഇങ്ങനെ പ്രമാദമായ കേസുകളിലെ പ്രതികൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്നത്?
അവരെല്ലാം വാദികൾ മറ്റ് അഡ്വക്കേറ്റ്സിനെ വെച്ചു. പ്രതികൾ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ സമീപിക്കുന്നു. ഇപ്പം ദിലീപ് കേസിൽ പൾസർ സുനിക്ക് വേണ്ടി ഇദ്ദേഹമല്ലേ ഹാജരായി. അതെ, അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വക്കീൽ വരുന്നില്ലേ? അതിനെന്തായാലും കുറ്റം പറയാത്തത്? അതെ. അല്ലെങ്കിൽ സർക്കാർ ചെയ്ത ഒരുപാട് ക്രമക്കേടുകൾക്ക് ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ KM എബ്രഹാമിൻ്റെ അഴിമതി കേസ് സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ എന്താ പറഞ്ഞത്? എബ്രഹാമിന് അനുകൂലമായിട്ടല്ലേ പറഞ്ഞത്. അതിനെ CBI അന്വേഷിക്കരുന്നല്ലേ പറഞ്ഞത്. അങ്ങനെയല്ലേ ഇന്നലെ സ്റ്റേ കിട്ടിയത്? തീർച്ചയായിട്ടും. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് ശരിയാണ്. എന്തിനാണ് നമ്മൾ ഈ ഒരു ആളൂരിനെ മാത്രം കൈ ചൂണ്ടുന്നത്? അല്ല, ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. നമുക്കിപ്പം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു പ്രതി തൂക്കിക്കൊല്ലുമ്പോൾ ആരാച്ചാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് അയാളുടെ ജോലിയാണ് അയാൾ ചെയ്യുന്നത്. അതെ, അതുപോലെ ഓരോരുത്തർക്കും അവരുടെ ജോലിയാണ്. അയാൾ കട്ടം മോഷ്ടിച്ചോ അതിന് ആരാച്ചാർ അയാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല. ആരാച്ചാരെ ആരും കുറ്റപ്പെടുത്തുന്നുമില്ല. ഇവിടെ പ്രതിഭാഗത്തിന് വേണ്ടി ബാധിക്കാൻ വരുന്ന വക്കീലന്മാരെ കുറ്റം പറയുന്ന ഒരു ഈ സമൂഹം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ കമൻസ് ഇടുന്ന ഇവരൊക്കെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇവരൊക്കെ വിശുദ്ധരാണെന്നാണ് ഇവരുടെ വിചാരം. ഇവരുടെ ഉള്ളിൽ മുഴുവൻ കള്ളത്തരങ്ങളും കുൽസിത മാർഗങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ ഇതുപോലുള്ള ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടും. ആ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ തൻ്റെ നേരെയാണ് എന്ന് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ആളൂരിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ആളൂർ അയാളുടെ ജോലി ചെയ്തു. അതെ, അത് പ്രതിയാണെങ്കിൽ ആ പ്രതിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അത് ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ അത് പലപ്പോഴും സാർ നമ്മൾ ഇപ്പം ആരും ക്രിമിനൽസായി ജനിക്കുന്നില്ല. ഒരു കുഞ്ഞായി ജനിക്കുമ്പോൾ നിഷ്കളങ്കമായി തന്നെ ജനിച്ചു വരുന്നതാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളാകാം, ചിലപ്പോൾ മദ്യത്തിൻ്റെ ആവാം, മയക്കുമരുന്നിൻ്റെതാകാം. പക്ഷേ അവർക്ക് ഒരു കുടുംബമുണ്ട്. ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള ഭാര്യയോ അമ്മയോ അച്ഛനോ അമ്മയോ ഒന്നും ഇത്തരത്തിലുള്ള ആളുകളായിരിക്കില്ല. അവർക്കും ഒരു നീതി പ്രതീക്ഷിക്കേണ്ടതല്ലേ ശരിക്കും? ഇപ്പോൾ ചങ്ങനാശ്ശേരി കോളേജിലെ ഒരു പ്രൊഫസർ എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്തു. കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ട് അവളുടെ കുഞ്ഞിനെയും, തിരുവനന്തപുരത്താണ്, അവളുടെ അമ്മയും കൊന്നുകളഞ്ഞു. ഇപ്പോൾ അകത്താണ്. അവിടെ ആ അധ്യാപകൻ പോലീസുകാരോട് പറഞ്ഞത് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യരുത്. അവനകത്ത് പോകണം, അവന് ശരിയായ ശിക്ഷ കിട്ടണം. അങ്ങനെ പറയുന്ന മാതാപിതാക്കളുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് ചിന്താഗതി, നെഗറ്റിവിറ്റി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രണയം തോന്നി കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ഇവർ കരുതുന്നുണ്ടോ ഇവർ പിടിക്കപ്പെടില്ല? ഏത് വലിയ വക്കീലിനെ വെച്ചാലും അവർക്കൊരു ശിക്ഷ കിട്ടും. ഇപ്പോൾ ഗോവിന്ദച്ചാമി തൂക്കുകയറുന്ന രക്ഷപ്പെട്ടു, പക്ഷേ ജീവൻ എന്താണ്? ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യന് ജയില് സ്വർഗതുല്യമാണ്. അതെ അതെ, 3 നേരം ഭക്ഷണവും കിടക്കാൻ. ഇനി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുഖമായി ജീവിക്കാൻ, ജോലി ചെയ്ത പൈസയും കിട്ടും. ജോലി ചെയ്ത് അവിടെ നിന്ന് പൈസ കിട്ടും, അവൻ്റെ ജീവൻ തിരിച്ചു. അതെ അതെ, കർശനമായ ശിക്ഷ. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഗോവിന്ദച്ചാമി ഈ പറയുന്ന പോലെ ഒരു ഭിക്ഷക്കാരൻ മാത്രമല്ല. അല്ലെങ്കിൽ അയാൾക്ക് ഇത്രയും ഫണ്ടിങ് ഒക്കെ വരുന്നത്, ആളൂരിനെ പോലെ ഒരു വക്കീൽ വന്ന് വാദിക്കാൻ നിൽക്കുന്നതും ഒക്കെ, അതൊക്കെ ഒരു ദുരൂഹതകൾ. അയാൾ വല്ല ഭിക്ഷാടന മാഫിയയുടെ തലവനാണോ എന്ന് എനിക്കറിഞ്ഞു. അതെ അതെ അതെ. അല്ലെങ്കിൽ ആളൂരൊക്കെ എന്തായാലും പ്രതികൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ നല്ല പണം മേടിക്കും. ഞാൻ ഇന്ന് ആണറിയുന്നത് അദ്ദേഹം വിവാഹിതനല്ല. അതെ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആണല്ലേ? അതെ. അപ്പോൾ എന്തായാലും ആളൂർ മരിച്ചു, കിഡ്നി അസുഖബാധിതനായിരുന്നു. ഇനി അതിന് അടുത്ത പോസ്റ്റ് വരാൻ പോകുന്നത്, അയാൾ ഈ മാരക കുറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ് അയാൾക്ക് ഈ അസുഖം ഉണ്ടായത്, കിഡ്നി തകർന്നു പോയെന്നൊക്കെ, ബ്രാക്ക് കിട്ടിയതാണെന്നൊക്കെ പറയും. ഞാൻ അതൊന്നും ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല. അയാളുടെ തൊഴിൽ ചെയ്തു, അത് ഭംഗിയായി ചെയ്തു. അയാളിന്ന് മരണത്തിന് കീഴ്പ്പെട്ടു. മരിച്ചുപോയ ഒരാളെങ്കിലും വെറുതെ വിടാൻ സമൂഹത്തോട് നമുക്ക് അഭ്യർത്ഥിക്കാനേ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.